ഇത്ര ദയനീയമായ സ്ഥിതിയാണ് മലങ്കരയിൽ. മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളതാണ് മെത്രാന്റെ ചുമതല. വേറെ ഒന്നുമില്ല. പട്ടം കൊടുക്കുക, പള്ളി കൂതാശ ചെയ്യുക, ഉപദേശം പഠിപ്പിക്കുക. 3 കാര്യമുള്ളൂ മെത്രാന്. പെണ്ണ് കെട്ടിക്കുന്നത്, ചാവ അടക്കുന്നതൊക്കെ കശീശന്മാർ ചെയ്തോളൂ. സേവേറിയസ് തിരുമേനി കുർബാന ചെല്ലുമ്പോൾ നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടല്ലോ. ഇതിപ്പം ആശീർവദിക്കുന്ന തിരുമേനിക്കും സമാധാനമില്ല, പ്രതിവാക്യം പറയുന്ന ജനത്തിനും സമാധാനമില്ല, സഭയിലും സമാധാനമില്ല. പിന്നെയും പറയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അത് ആത്മവഞ്ചനയല്ലേ? തിരുമേനിയെ തൃശ്ശൂർ പൂരത്തിന് ആന എഴുന്നള്ളിക്ക് ഇതൊക്കെ ലജ്ജാകരമായ കാര്യമാണ്. ഈ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്ന മെത്രാപ്പച്ചമാർ ഒറ്റൊരുത്തൻ ദൈവശാസ്ത്രം പറയുന്നില്ല, ഒരു എസ്സ പോലും എഴുതുന്നില്ല. അന്ത്യോക്യയിലെ പാത്രിക്കീസ് ഊരും കൊണ്ട് നാടുകൾ ഓടുന്നതിനിടയിൽ 3360 കത്തെഴുതി 125 ഹോമിലീസ് പ്രസിദ്ധീകരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പീഡനത്തിലൂടെയും ത്യാഗത്തിലൂടെയും കഷ്ടത്തിലൂടെയും സഹനത്തിലൂടെയും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് എത്രയോ ലക്ഷക്കണക്കിന് പേജുകൾ അവർ എഴുതി വെച്ചു. അതല്ലേ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം? എത്ര ഗീതങ്ങൾ ചമച്ചു. ഈ കഴിഞ്ഞ 100 കൊല്ലത്തിനിടെ മലങ്കരയിൽ നല്ല ഗീത എഴുതി ആരെങ്കിലും ഉണ്ടോ? ആകെ പെരുമ്പളത്തിന് വേണ്ടി 10 പാട്ട് എഴുതിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഗീതം ഉണ്ടാകണമെങ്കിൽ ശാന്തത ഉണ്ടാകണം, ധ്യാനം ഉണ്ടാകണം, മനനം ഉണ്ടാകണം. അവിടെ മനസാക്ഷിയിൽ തമ്പുരുമിട്ടി പരിശുദ്ധ റൂഹ ഗീതങ്ങളും വരികളും തരും. അവിടെയാണ് പാട്ടുണ്ടാകുന്നത്. മെത്രാച്ചൻ തിയോളജി തെറ്റിക്കുന്ന അക്ഷന്തവ്യമായ അപരാധമാണ്. അച്ഛൻ തെറ്റിച്ച കുഴപ്പമില്ല. കാരണം മെത്രാനാണ് ഉപദേശത്തിന്റെ കാര്യസ്ഥനാണ് മെത്രാൻ. അല്ലാതെ പെണ്ണ് കെട്ടാൻ ഏജന്റിനെ വെച്ച് കല്യാണം പിടിക്കുന്നതല്ല. ഇന്ന് മലങ്കരയിലെ മെത്രാന്മാര് ഏജന്റുമാരെ വെച്ച് കല്യാണം, എവിടെയെങ്കിലും നല്ല വീട്ടിൽ കല്യാണം ഉറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫർമാർ വരുന്നു, ഇവന്റ് മാനേജ്മെന്റുകാർ വരുന്നു. ഇവന്റ് മാനേജ്മെന്റുകാരെ ഈ പള്ളക്കിടിച്ചിട്ട് മെത്രാന്റെ ഏജന്റ് കെട്ടിക്കാൻ ഞങ്ങളുടെ തിരുമേനിയെ വിളിക്കണമെന്ന് നല്ല ഈണത്തിൽ ചൊല്ലുന്നു. ഇത്ര ദയനീയമായ സ്ഥിതിയാണ് മലങ്കരയിൽ. മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളതാണ് മെത്രാന്റെ ചുമതല. വേറെ ഒന്നുമില്ല. പട്ടം കൊടുക്കുക, പള്ളി കൂതാശ ചെയ്യുക, ഉപദേശം പഠിപ്പിക്കുക. 3 കാര്യമുള്ളൂ മെത്രാന്. പെണ്ണ് കെട്ടിക്കുന്നത്, ചാവ അടക്കുന്നതൊക്കെ കശീശന്മാർ ചെയ്തോളൂ. ഇത് ഈ അച്ഛന്മാരുടെ പരിപാടിക്ക് ഇടപെടുക, എന്നിട്ട് ഏജന്റുമാരെ വെച്ച് പിടിപ്പിക്കുക. തിരുവേനിയെ തൃശ്ശൂർ പൂരത്തിന് ആന എഴുന്നള്ളിക്ക് ഇതൊക്കെ ലജ്ജാകരമായ കാര്യമാണ്. ഈ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്ന മെത്രാപ്പച്ചമാർ ഒറ്റൊരുത്തൻ ദൈവശാസ്ത്രം പറയുന്നില്ല, ഒരു എസ്സ പോലും എഴുതുന്നില്ല. അന്ത്യോക്യയിലെ പാത്രിക്കീസ് ഊരും കൊണ്ട് നാടുകൾ ഓടുന്നതിനിടയിൽ 3360 കത്തെഴുതി 125 ഹോമിലീസ് പ്രസിദ്ധീകരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പീഡനത്തിലൂടെയും ത്യാഗത്തിലൂടെയും കഷ്ടത്തിലൂടെയും സഹനത്തിലൂടെയും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് എത്രയോ ലക്ഷക്കണക്കിന് പേജുകൾ അവർ എഴുതി വെച്ചു. അതല്ലേ നമ്മുടെ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം? എത്ര ഗീതങ്ങൾ ചമച്ചു. ഈ കഴിഞ്ഞ 100 കൊല്ലത്തിനിടെ മലങ്കരയിൽ നല്ല ഗീത എഴുതി ആരെങ്കിലും ഉണ്ടോ? ആകെ പെരുമ്പളത്തിന് വേണ്ടി 10 പാട്ട് എഴുതിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഗീതം ഉണ്ടാകണമെങ്കിൽ ശാന്തത ഉണ്ടാകണം, ധ്യാനം ഉണ്ടാകണം, മനനം ഉണ്ടാകണം. അവിടെ മനസാക്ഷിയിൽ തമ്പുരുമിട്ടി പരിശുദ്ധ റൂഹ ഗീതങ്ങളും വരികളും തരും. അവിടെയാണ് പാട്ടുണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ രാത്രി ലേറ്റ് ആയിട്ടും വക്കീലന്മാരുടെ കൂടെ ഗൂഢാലോചന നടത്തുകയാണ്. സ്വൈരിണികളുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയാണ്. ഹീനവും അധമവും നിന്ദ്യവും നികൃഷ്ടവും നീചവുമായ കാര്യങ്ങളിൽ ഇടപെടുകയാണ്. യാമപ്രാർത്ഥനകൾ വിസ്മരിച്ചിരിക്കുന്നു. നോമ്പിന്റെ നമസ്കാരം ചൊല്ലുന്നില്ല. ടൂർ പോവുകയാണ്. സുറിയാനി സഭയ്ക്ക് ഒരാൾ പോലും ഇല്ലാത്തടത്ത് പോയി ടൂർ പോയി നിന്ന് റെയിൽവേ പാളത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇത്തരത്തിലുള്ള അധമമായ ഇത് വഴിവഴച്ചു പോയിരിക്കുന്നു. അങ്ങനെയുള്ള വഴിവഴച്ചവന്മാരുടെ വക്കാലത്തും എടുത്തോണ്ട് എന്റെ അടുത്തോട്ട് വരരുത്. മനസ്സിലായോ? സന്ദീപ് വക്കീൽ കൊട പിടിച്ച് വെളുപ്പിക്കാൻ നോക്കുന്ന സേവേറിയസും മെത്രാച്ചൻ പരസ്യമായി സുറിയാനി സഭയുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞു. സേവേറിയസും മെത്രാച്ചൻ കത്തോലിക്കരുടെ പ്രീതി വിട്ടു എന്നോർത്ത് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ചില കത്തോലിക്ക പെണ്ണുങ്ങൾ ഇളിച്ചു കാണിക്കുന്നുണ്ടപ്പം അവർക്ക് ഏതപ്പാ കോതമംഗല, അവർക്കറിയത്തില്ല പരിശുദ്ധ റൂഹായുടെ കാര്യം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന്. എന്നിട്ട് ഈ കത്തോലിക്ക ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മെഴുകുക, ഇങ്ങനെ പറയാണ് അത് പരിശുദ്ധ റൂഹ. എടാം മെത്രാച്ച, താനൊരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസ പ്രമാണത്തിൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ എന്ന് ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണമുണ്ട് സുറിയാനി സഭയ്ക്ക്. ആ വിശ്വാസ പ്രമാണത്തോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? എന്തെങ്കിലും വിശ്വസ്തതയുണ്ടോ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ വൃത്തിയോട് വിളിച്ചു പറയുമോ? മെത്രാൻ ഒരു കപ്പ്യാരായ കുഴപ്പമില്ല, ഷെമ്മാശനായ കുഴപ്പമില്ല, പള്ളിയിലെ ശുശ്രൂഷക്കാരനായ കുഴപ്പമില്ല, കുഴിവീട്ടുകാരനായ കുഴപ്പമില്ല, അച്ഛനായ പോലും കുഴപ്പമില്ല. പക്ഷെ മെത്രാൻ ഒരിക്കലും ഉപദേശം തെറ്റിക്കാൻ പാടില്ല. മെത്രാച്ചനാണ് ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഡോക്ട്രിൻ. വക്കീലിന് മനസ്സിലായോ? ഇത് വേഷം കെട്ടി നടക്കുന്ന പരിപാടിയല്ല. ഞാൻ പാത്രിക് സ്വാമിക്ക് എഴുതുന്നുണ്ട്, തിയോളജിക്കൽ റീസൺസ് ആർ ദയർ ടു ഡീഫ്രോക്ക് ദിസ് മെത്രാൻ. എന്തെങ്കിലും എതിര് പറയാനുണ്ടോ ഏതെങ്കിലും ജ്ഞാനായക്കാർക്ക്? മെത്രാന്മാരെ പള്ളു പറയുന്നുണ്ട്, അവര് നോയമ്പിന്റെ സമയത്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, യാമപ്രാർത്ഥന ചൊല്ലാൻ പാടില്ല, കാലുകഴി ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. പക്ഷെ പാസ്റ്റർ ഇതാണ് കുഴപ്പം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആ ക്ലിപ്പ് അല്ല, എന്റെ വീഡിയോ അതേപടി
യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. മെത്രാന്മാര് യാമപ്രാർത്ഥന ചൊല്ലണം, യാമപ്രാർത്ഥന അല്ല, നോമ്പിന്റെ നമസ്കാരം ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞു. മെത്രാന്മാരോട് അത് ചൊല്ലണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു പടിവാതിക്കൽ ഇരിക്കുന്ന എന്നെ പോലെയുള്ള ഒരാള് മെത്രാന്മാരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിൽ ഒട്ടുമുക്കാൽ മെത്രാന്മാരും, അത് രണ്ട് വിഭാഗത്തിലെ, യാക്കോബായിലെ ഓർത്തഡോക്സിലെ മെത്രാന്മാർക്ക് സാറ്റലൈറ്റ് നിരീക്ഷണം, പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ, ഇതെല്ലാം വെച്ച് ഞാൻ ഇവരുടെ വെയറബോട്ട്സും ഇവരുടെ ചലനങ്ങളും ഇവരുടെ അനുദിന ജീവിതവും എല്ലാം റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം എന്റെ പണി അതായിരുന്നു. കൃത്യമായിട്ട് എന്റെ കയ്യിൽ. രണ്ട് വിഭാഗത്തിലെ മെത്രാന്മാർ എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, എത്ര നേരം പ്രാർത്ഥിക്കുന്നു, യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ്, മുഴുവൻ കാര്യങ്ങളും, ഞായറാഴ്ച കുർബാന മുടക്കുന്നുണ്ടോ, കൃത്യ എല്ലാ കാര്യങ്ങളും. തീജ്വാല ശുശ്രൂഷ നടക്കുമ്പോൾ ആ തീജ്വാലയ്ക്ക് ചുറ്റും സൈക്കിൾ ചവിട്ടിക്കൊണ്ടുപോയൊരു മെത്രാനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയുന്നുണ്ട്. ഞാനിതിൽ താല്പര്യമുള്ളതുകൊണ്ട് ഒരു പഠനം എന്ന നിലയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മെത്രാച്ചന്മാരെ പള്ളു പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, സുറിയാനി സഭയുടെ യാമപ്രാർത്ഥനകൾ മുഴുവൻ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു വ്യക്തിയിൽ അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. അവരാരും അന്യായം പ്രവർത്തിക്കുകയില്ല. കാരണം അതിന് മാത്രം പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനാ നമസ്കാരം കഴിഞ്ഞിട്ട് ഫീലക്സിനോസ് ബാവായുടെ രഹസ്യ പ്രാർത്ഥന കൂടെ എത്തിക്കാമെങ്കിൽ ആൾ ക്ലീൻ ആയിരിക്കും. വേറൊരുത്തന്റെ പള്ളി പിടിക്കാൻ പോകത്തില്ല, മറ്റൊരുത്തനെ അപകരിക്കാൻ പോകത്തില്ല, വ്യഭിചരിക്കാൻ പോകത്തില്ല, വേറൊരുത്തന്റെ ഭാര്യയെ കാണുമ്പോൾ ചിറാലിക്കത്തില്ല. ബൈബിളിലെ വാക്ക് തന്നെ കേട്ടോ. അന്യന്റെ ഭാര്യയെ കണ്ട നീ ചിറാലിക്കുന്നതിനെന്ന് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ വായിക്കണം കേട്ടോ, ഉപദേശം ഞാൻ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നും ചെയ്യത്തില്ല. യാമപ്രാർത്ഥന ചൊല്ലരുതെന്നല്ല, നോമ്പിന്റെ നമസ്കാരം ചൊല്ലണം എന്നാ പറഞ്ഞത്. ഇതൊക്കെ ഒഴിവാക്കുന്ന പറഞ്ഞിട്ട് ശാരീരിക ക്ഷീണമായിട്ടും തിരക്കായിട്ടും പല കാരണങ്ങളാലായിട്ടും ചെറിയൊരു കൗമ ചൊല്ലി ചെറിയവരിൽ ചെറിയവനായ ചെറിയാച്ചൻ ഇതാ ചെരിയുന്നു എന്ന് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയാച്ചൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അപ്പൊ അങ്ങനത്തെ പ്രാർത്ഥന അല്ലാതെ കൃത്യമായിട്ടൊക്കെ ഈ നോമ്പിലെ നമസ്കാരം ചൊല്ലണമെന്നാണ് വകലെ ഞാൻ പറഞ്ഞത്, ചൊല്ലരുതെന്നല്ല പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ ഞാൻ പറഞ്ഞ കാൽ കഴുകൽ നാടകം നടത്തരുത്, നാടകമാകരുതെന്നാണ്. സേവോറിയസ് തിരുമേനി മോണ്ടി തേസ്ഡേയിലെ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നുണ്ടെങ്കിൽ ഗ്രിഗോറിയസ് തിരുമേനിയെ കൂടെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു, നടത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അർത്ഥപൂർണ്ണമാണ്, കണ്ടോണ്ടിരിക്കുന്നവരെ കഴുതകളാക്കരുത്. ഇതൊക്കെ അർത്ഥപൂർണ്ണമാകട്ടെ, നമ്മുടെ കൂതാശകളൊക്കെ അർത്ഥപൂർണ്ണമാകട്ടെ. വെറുതെ അപ്പവും വീഞ്ഞും ഇപ്പം പിന്നെ രസനായുടെ വെള്ളവും ബോണ്ടായും കൂടെ പെന്തക്കോസ്തുകാർ തിന്നുന്നതിൽ ആകരുത്. രക്തശരീരങ്ങൾ കുറച്ച് അർത്ഥം ഉണ്ടാകുന്ന എങ്ങനെയാണ്? അനുഭവിച്ചിടുന്നവർക്കായിട്ട് അനുഷ്ഠിക്കുന്നത്. അപ്പൊ കുർബാന ഒരു അനുഭവമായി തീരണം, എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസിനെ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ പരാജയം. മനസ്സിലായോ? എക്സ്പീരിയൻസിനെ എഡ്യൂക്കേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ UTC പഠിച്ചതാണ്, ഞാൻ MTCയിൽ പഠിച്ചതാണ്, ഞാൻ പിന്നെ അങ്ങ് സറാംപൂരിൽ പഠിച്ചതാണ്, ഞാൻ പിന്നെ അങ്ങ് ഡയമണ്ട് കോളേജ് പഠിച്ചതാണ്, ഞാൻ അവിടെ പഠിച്ച ഞാനെങ്ങും പഠിച്ചല്ല. എക്സ്പീരിയൻസ് ആണ്. അപ്പം എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഓർത്തഡോക്സിയിൽ അതാണ്, അനുഭവമാകണം. അപ്പോ ഈ സേവറിയസ് മെത്രാച്ചൻ തന്റെ ആജ്ഞാനിവർത്തികളായ പാർശ്വവർത്തികളായ കീഴ്ജീവനക്കാരായ 2 അച്ഛന്മാരെ അവിടെ ഇരുത്തിയിട്ട് അവരുടെ കാല് കഴുകുന്ന നാടകമായിട്ട് ഇറങ്ങല്ലെന്ന് പറഞ്ഞേ. ആ നാടകത്തിൽ കാര്യമില്ല. അത് അനുഭവമാകണമെങ്കിൽ, അർത്ഥപൂർണ്ണമാകണമെങ്കിൽ കഴുകാൻ ആ ഗ്രിഗോറിയസ് തിരുമേനിയെ കൂടെ വിളിച്ചിരുത്തണമെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായോ വക്കീലിനെ? സേവോറിയസ് തിരുമേനി കുർബാന ചൊല്ലുമ്പോൾ നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങേക്ക് സമാധാനം വേണ്ടേ? അപ്പൊ താഴെ ജനം പറയും അങ്ങേക്കും സമാധാനം ഉണ്ടാകട്ടെ. ഇതാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. ഇതിപ്പം ആശീർവദിക്കുന്ന തിരുമേനിക്കും സമാധാനമില്ല, പ്രതിവാക്യം പറയുന്ന ജനത്തിന് സമാധാനമില്ല, സഭയില് സമാധാനമില്ല, പിന്നെയും പറയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അത് ആത്മവഞ്ചനയല്ലേ? അപ്പൊ വിശുദ്ധ കുർബാന ആത്മവഞ്ചനയുടെ ബലിവേദിയായി മാറുകയല്ലേ? അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ആ ജ്ഞാനായ സമുദായത്തിലെ മറ്റ് 3 സഹായ മെത്രാന്മാര് ആണോ നിസ്സഹായ മെത്രാന്മാരാണോ എന്നറിയത്തില്ല. അവരും ക്രിസ്ത്യാനിത്വത്തിനടുത്ത വിധത്തിൽ ഉയരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഈ നാണം കെട്ട അടി ബഹളം നിർത്തുക. അതുകൊണ്ട് അതിപ്പോ ഗ്രിഗോറിയസ് തിരുമേനി ആയാലും സിൽവാനിയസ് തിരുമേനി ആയാലും സേവോറിയസ് തിരുമേനി ആയാലും നമ്മുടെ കാലം ചെയ്ത പൗലോസ് തിരുമേനി പറഞ്ഞാൽ ഈ ഓസ് എന്ന് പറഞ്ഞ പേരുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവന്റെയൊക്കെ ഈ ഓസ് എന്ന് പറഞ്ഞ എന്താണ്? എല്ലാ ഓസിൽ കിട്ടുന്നതെന്നാണ് പാവം പൗലോസ് തിരുമേനി ഓർത്ത്. തിരുമേനി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കടയിൽ പോയി നോട്ട് ബുക്ക് പോലും മേടിക്കണ്ട, എല്ലാം ഓസിൽ കിട്ടും എന്നാണ് ആ പാവപ്പെട്ട പൗലോസ് തിരുമേനി കാലം ചെയ്യുന്നവരെ അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പിടികിട്ടിയില്ല. മിലിത്തിയോസ് എന്നാണ് എനിക്ക് പേര് കിട്ടി, എന്താണ് എനിക്കറിയത്തില്ലെന്ന് അദ്ദേഹം വീഡിയോ ഉണ്ട് കേട്ടോ. ഏതായാലും ക്ലീമീസ് തിരുമേനിയുടെ ചങ്കത്ത് കടാരി കുത്തി ഇറക്കുന്ന പരിപാടിയാണ് നിങ്ങൾ 4 പേരും കൂടെ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ 4 മെത്രാന്മാർക്ക് തമ്മിൽ യോജിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഐക്യപ്പെടുവാനും ക്ഷമ പറയുവാനും ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ ദിവസങ്ങളിൽ കഴിയുന്നില്ലെങ്കിൽ ഷെയിം ഓൺ യു. നിങ്ങൾ മെത്രാന്മാരാന്ന് പറഞ്ഞിരുന്നിട്ട് ഒരർത്ഥവും ഇല്ല. മനസ്സിലായ? ക്നാനായ സമുദായത്തിലെ സാധാരണക്കാർ ഇവര് 4 പേരെ ബഹിഷ്കരിക്കണം. വാട്ട് കൈൻഡ് ഓഫ് മെത്രാൻസ് യു ആർ ചോദിക്കണം. സിൽവാനസിന്റെ കൂടെയുള്ള ആളുകൾ സിൽവാനസ് തിരുമേനോട് ചോദിക്കണം. ഗ്രിഗോറിയസ് തിരുമേനോട് കൂടെ നിൽക്കുന്നവർ ഗ്രിഗോറിയസ് തിരുമേനോട് ചോദിക്കണം.
ഈ സേവോറിയസ് സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരു സേവോറിയസ് സിനിമയോട് ചോദിക്കണം, നിങ്ങൾ എവിടുത്തെ മെത്രാനാണ്, നിങ്ങൾ എന്ത് മെത്രാനാണ്? സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഐക്യപ്പെടാൻ അറിയത്തില്ല, ക്ഷമിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കാല് കഴുകിയ ദിവസം വിശുദ്ധ ഭാരതി വരികയാണ്, മോണ്ടി തേഴ്സ്ഡേ. അന്ന് നിങ്ങൾ ഷോ ഓഫ് കാണിക്കും. മനസ്സിലായോ? സേവോറിയസ് സിനിമ ഇനി പാത്രമായിട്ട് ഇറങ്ങും കാല് കഴുകാൻ. അന്ന് വിവരം അറിയാം, അന്ന് വേറൊരു സ്പെഷ്യൽ ലൈവ് ചെയ്യുന്നുണ്ട്. ഗ്രിഗോറിയസ് സിനിമയും കഴിയണ്ട, നാടകം നടത്താനല്ല. കർത്താവ് കാല് കഴുകിയെങ്കിൽ നിനക്കൊക്കെ നാണമില്ല എന്ന് നാട്ടുകാർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നാട്ടുകാർ ചോദിക്കാന്ന് പറയാൻ പറ്റും. സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, പഴയ കാലമല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യം പ്രതികരിക്കുകയാണ്. ഇത്രയും ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ 4 കടാകടിയന്മാരായ മെത്രാന്മാരുണ്ടായിട്ട് ആ സമുദായത്തെ ഒരുമിച്ച് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് മെത്രാന്മാരായത്?